ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമ്മൾ കറണ്ട് അഫയേഴ്സ് ആണ് നോക്കുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, സമ്പൂർണ്ണ ചെസ് ഗ്രാമമാകാൻ ഒരുങ്ങുന്ന കേരളത്തിലെ ഗ്രാമം ഏതാണ്? കടലുണ്ടിയാണ്. സമ്പൂർണ്ണ ചെസ് ഗ്രാമമാകാൻ ഒരുങ്ങുന്ന കേരളത്തിലെ ഗ്രാമം കടലുണ്ടിയാണ്. നാവികസേനയിലെ യുദ്ധവിമാനങ്ങൾ പറത്തുന്ന ആദ്യ വനിത ആരാണ്? ലഫ്റ്റനന്റ് ആസ്ത പൂനിയാണ്. നാവികസേനയിലെ യുദ്ധവിമാനങ്ങൾ പറത്തുന്ന ആദ്യ വനിതയാണ് ലഫ്റ്റനന്റ് ആസ്ത പൂനിയ. ആഗോള സമാധാന സൂചിക 2025 ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ഏതാണ്? ഐസ്ലൻഡ് ആണ്. രണ്ടാം സ്ഥാനം അയർലൻഡ്, 3 ന്യൂസിലൻഡ്. ഇന്ത്യയുടെ സ്ഥാനം 115 അപ്പോൾ 2025 സമാധാന സൂചിക, ആഗോള സമാധാന സൂചിക ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ഐസ്ലൻഡ് ആണ്. ഇന്ത്യയുടെ സ്ഥാനം 115. കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാനായി നിയമിതനായതാരാണ്? കെ മധുവാണ്. സംവിധായകനായ കെ മധുവാണ് കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാനായി നിയമിതനായത്. 2025 രാജ്യസഭയിലേക്ക് രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്ത മലയാളി ആരാണ്? സി സദാനന്ദനാണ്. 2025 രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്ത മലയാളിയാണ് സി സദാനന്ദൻ. നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന റോബോട്ടുകളുടെ ലോകത്തിലെ ആദ്യ ഫുട്ബോൾ മത്സരം നടത്തിയ രാജ്യം ഏതാണ്? ചൈനയാണ്. രാജ്യത്ത് ആദ്യമായി സ്കൂൾ തലത്തിൽ കേൾവി പരിമിതർക്കായി പുസ്തകം തയ്യാറാക്കിയ സംസ്ഥാനം ഏതാണ്? കേരളമാണ്. 2025 നാറ്റോ ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്നത് നെതർലൻഡാണ്. 2025 നാറ്റോ ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്നത് നെതർലൻഡാണ്. ഐക്യരാഷ്ട്രസഭയുടെ ഏറ്റവും പുതിയ റിപ്പോർട്ട് അനുസരിച്ച് 2025 സുസ്ഥിര വികസന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 99. 2025 ഐക്യരാഷ്ട്രസഭയുടെ ഏറ്റവും പുതിയ റിപ്പോർട്ട് അനുസരിച്ച് സുസ്ഥിര വികസന സൂചികയിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ഫിൻലാൻഡാണ്. ഇന്ത്യയുടെ സ്ഥാനം 99. അപ്പോൾ ഒന്നാം സ്ഥാനത്ത് ഫിൻലാൻഡാണ്. ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? സുസ്ഥിര വികസന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 99. അധിനിവേശ സസ്യങ്ങൾ നീക്കം ചെയ്ത് നിത്യഹരിത വനങ്ങൾ പുനഃസൃഷ്ടിക്കാനുള്ള കേരള സർക്കാർ പദ്ധതി ഏതാണ്? വനദീപ്തിയാണ്. ഓക്കെ, താങ്ക് യു.